Hey guys, so welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഇവിടെ ഹൊസൂർ വന്നിട്ടുള്ള ലാസ്റ്റ് വ്ളോഗിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കിട്ടിയാൽ പറയാമെന്ന് ആ ക്ലിപ്പ് ഓക്കെ അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബാക്കി ഇതാണ് ഞാൻ പറയാൻ പോണത്. സോ ഞാൻ ആ ടൈമിൽ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തീരെ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അപ്പം ഞാനത് അന്നത്തെ ദിവസം എനിക്ക് ബ്ലോഗിൽ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ചുമ്മാ എന്തിനാണ്, കിട്ടിയാൽ പറയാം, ഇല്ലെങ്കിൽ വേണ്ട എന്നങ്ങനെ വിചാരിച്ച്. സോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കിട്ടും എന്നും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടണം എന്ന്. ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്, ഏറ്റവും ഇഷ്ടമൊന്നുമില്ല, ആകെ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ഇങ്ങനെ ഫാർമ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്. വേറെ ഒന്നും എനിക്ക് ഈ ഫാർമസി റിലേറ്റഡ് വേറെ ഒന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല, ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അതുപോലെ പിന്നെയാണ് ഞാൻ അറിയണത് ഫ്രഷേഴ്സിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നും. അപ്പം ഞാൻ ഇങ്ങനെ ആകെ ഒരു 3G അവസ്ഥയിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വെച്ചതും അത് അറ്റൻഡ് ചെയ്ത് അതും കിട്ടുമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ HR 2 ദിവസത്തിനകത്ത് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അറിയിച്ചില്ല. അപ്പം ഉള്ള ഹോപ്പൊക്കെ പോയി. അയ്യോ ഇനി അടുത്തെന്ത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു 3 weeks ഒക്കെ കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. HR-നെ ഇടിച്ചിട്ടെടുത്തില്ല, മെയിലിന് റിപ്ലൈ ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതങ്ങ് വിട്ട്, ഓക്കെ മറന്നുപോയി. അങ്ങനെ ഒരു 3 weeks ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കമ്പനിയിൽ നിന്നൊരു റിപ്ലൈ വന്ന്. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ചയൊക്കെ ആയതേ ഉള്ളൂ ഇത് ഉറപ്പിച്ചിട്ട് അറിഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കിലാണ് ഇത് അറിയണത് ഇങ്ങനെ ഉറപ്പിച്ചതായിട്ടൊക്കെ. അപ്പോൾ തന്നെ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു മെഡിക്കൽ ചെക്കപ്പ്. അപ്പോൾ അതും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എനിക്കെന്നാലൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പം ഇവിടെ എത്തി ലാൻഡ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ റിവീൽ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ അതൊക്കെ ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനി വരുന്നതായിരിക്കും യൂട്യൂബിൽ. ഓക്കെ, അങ്ങനെ മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ നാളെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗ് ഇവിടെ എത്തി. അപ്പോൾ മോർണിംഗ് ഇവിടെ എത്തിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ PG ഒക്കെ തപ്പാൻ ഇങ്ങനെ ഇറങ്ങി നടക്കുകയൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബാക്കി നിങ്ങൾ പോയി കണ്ടോ. ബാക്കി ഞാൻ കുറച്ചൊക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. സോ പോയി കണ്ടോ. അങ്ങനെ നമ്മളൊരു മോർണിംഗ് ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു വീട് കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മുടെ എവിടെയാണ് ജോബ് മീൻസ് അത് ഉറപ്പായിട്ടില്ല ഏത് പ്ലാന്റിലാണെന്ന്. സോ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എവിടെ അക്കോമഡേഷൻ വേണമെന്ന് അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ രാവിലെ 6:30 തെണ്ടാൻ തുടങ്ങിയതാണ്. ബാഗൊക്കെ കൊണ്ട് ഒരിടത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരത്ത്, എനിക്ക് തോന്നുന്നു ആ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മളവിടെ എത്തിയത്. നമ്മൾ കാണുന്നിടത്ത് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇവിടെ PG ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു 10:30 വരെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന്. അതിനിടയ്ക്ക് നമ്മൾ ഒരു നല്ലൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ഉറപ്പിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് പിന്നെ ഇങ്ങനെ ഡബിൾ മൈൻഡിലൊക്കെ നിന്ന് കറങ്ങി. അപ്പോൾ ഇതായിരുന്നു ആ ഒരു നമ്മൾ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നൊരു വീടെന്ന് പറയണത്. അങ്ങനെ അത് നമ്മുടെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് ഇനി ഒരു സ്ഥലവും കൂടെ കാണാനുണ്ട്, അപ്പോൾ കഴിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ പോയ സ്ഥലത്ത് അത് ഒരു അടിപൊളി സെറ്റപ്പായിരുന്നു. അവിടെ വെച്ചൊരു മലയാളി കുട്ടിയെയും കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ നമുക്കൊരു കുട്ടി റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടി റൂം, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള, പക്ഷെ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു റൂം കിട്ടി. സോ റൂം ടൂറായിട്ട് കാണിക്കാനൊന്നുമില്ല, ഒരു കുട്ടി റൂം, കയറി നിൽക്കാൻ മാത്രം സ്ഥലമുള്ള അങ്ങനത്തെ ഒരു ഇത്. സോ നമ്മൾ അടുക്കി പറക്കി എല്ലാം സെറ്റാക്കി വെച്ച് അങ്ങനെ റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം തന്നെ ഒരു ടൈം ഒരു 3-3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു ഇനി ലൈഫിലൊന്നും ഇത് കഴിക്കാൻ പറ്റില്ലായിരിക്കും എന്ന്. പിന്നെയും ഇവിടെ തന്നെ കറങ്ങിയെത്തി. സോ ഇത് ആലിയ കഴിച്ചിട്ടില്ല. സോ
ഞാൻ അവൾക്ക് റെക്കമെൻഡ് ചെയ്തൊരു സാധനമാണ്. അങ്ങനെ നമ്മൾ ഒരെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഡിമാർട്ടിലോട്ട് പോയി. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അങ്ങനെയാണ് പോയത് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര വിലക്കുറവിൽ കിട്ടുമ്പം നമ്മളെങ്ങനെ വാങ്ങാതിരിക്കും. അങ്ങനെ ഞാൻ കണ്ണിൽ കണ്ട് 2-3 അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വാങ്ങി. എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്തു ഞാൻ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബക്കറ്റ്, മഗ്, അങ്ങനെ എസെൻഷ്യലായിട്ടുള്ള സാധനങ്ങളും നമ്മൾ കുറച്ച് വാങ്ങി. അതിനുശേഷം നമ്മൾ നടന്ന് തളർന്നിട്ട് ചെന്നൈ സിൽക്സ് ഉണ്ട്, അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുമ്മാ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിരുന്ന് ചുമ്മാ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അതിനുശേഷം നമ്മൾ നേരെ ഈ കടയും ഞാൻ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല അഫോർഡബിളായിട്ടുള്ള ജ്യൂസ് കിട്ടുന്ന ഒരു കടയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു ഷുഗർ കെയിൻ ജ്യൂസൊക്കെ പറഞ്ഞ്, ഷുഗർ കെയിൻ ലെമൺ ജ്യൂസ്. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഷുഗർ കെയിൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ലെമണും കൂടെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ നിർത്തി, നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ നിർത്തി നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മൾ ഇന്നത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അത്യാവശ്യം ഒരു എമൗണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പം